വണ്ടികൾ എടുക്കുമ്പം അതുകൊണ്ട് ഞാൻ താമസിക്കുന്നിടത്തൊന്നും വരും. അപ്പം ഞാനൊന്ന് കയറും. സത്യം പറയാമുള്ള എനിക്ക് ഈ ലംബോർഗിനി എന്ന് പറഞ്ഞ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് ക്രെയിൻ വേണ്ടി വരുമോ എന്നെനിക്ക് തോന്നി. സത്യം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ അമ്മ ഇതിനകത്ത് മാത്രം നീ കയറ്റരുത്, ഇതിൻ്റെ റേഞ്ച് റോവർ എല്ലാം കൊള്ളാം, BMW കൊള്ളാം, റേഞ്ച് റോവർ എല്ലാം കൊള്ളാം, പക്ഷേ ഇതിനകത്തൊന്ന് ഇറങ്ങണമെങ്കിൽ സ്പോർട്സ് കാർ പോലെ നമ്മൾ തൂങ്ങി പിടിച്ചോണ്ടൊക്കെ വെളിയിലോട്ട് കാല് വെച്ച് ഇറങ്ങണം. അപ്പോൾ ഈ ലംബോർഗിനി ഞങ്ങളെ പോലുള്ളവർക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാനൊരു 5-6 വാച്ചിടാം. സത്യം. അങ്ങനെയാണ് ഇവരുടെ കാറുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ ഏതാണ്? രാജുവിൻ്റെ കാറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റേഞ്ച് റോവർ നല്ല വണ്ടിയാണ്. എനിക്ക് പൊങ്ങി വിശാലമായിട്ടൊക്കെ ഇറങ്ങണം. അല്ല നമ്മുടെ വണ്ണമൊക്കെ വെച്ചോണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനൊന്നും ഇറങ്ങാൻ എനിക്കൊക്കത്തില്ല. ഇന്ദ്രൻ്റെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഒരു എന്തോ വോൾവോയുടെ ഒരു വണ്ടിയുണ്ട്, നല്ല വണ്ടി, നല്ല സുഖം. പിന്നെ അവൻ നല്ല കുറച്ച് അവനൊരു എനിക്ക് ഇന്ദ്രൻ ഓടിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കൂടുതലാണ്. അവനൊരു വലിയ ഓവർ സ്പീഡിൽ പോകത്തില്ല, എന്നാലും അവന് സ്പീഡിലൊക്കെ പോകും. രാജു ഒറ്റ പിടിയില്ല, 20 മിനിറ്റ് കൊണ്ട് നെടുമ്പാശ്ശേരിയൊക്കെ എത്തി, ചിലപ്പോൾ ലൈറ്റും ഒക്കെ ഇട്ട്. കാരണം അവൻ അങ്ങനെ ഇറങ്ങത്തുള്ളൂ, നേരത്തെ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങ് വരിക. എന്തൊക്കെയാണോ ഈശ്വര. ആണ് ഈ രണ്ടുപേർക്കുള്ള 2 വീലറുകളിൽ ഏതെങ്കിലും കയറിയിട്ടുണ്ടോ? ഞാനോ സുഖോട്ടം വിളിച്ചിട്ട് കയറിയില്ല. അയ്യോ, അദ്ദേഹത്തിന് ഉണ്ടായിരുന്നൊരു ബുള്ളറ്റ് കുറേ കാലം. അവൻ ചോദിച്ചത് എന്ത് നീ ഇങ്ങോട്ട് കയറി, ഞാൻ കാണിച്ചതിൻ്റെ തോന്നലാണ് ഇത് കയറിയാൽ മറിഞ്ഞടിച്ച് വീഴുമെന്ന്. എത്ര പെണ്ണുങ്ങൾ പോകുന്നൊക്കെ പറയും. സ്വന്തം ഭർത്താവ് വിളിച്ചിട്ട് ഇതിലൊഴിച്ച് ചേട്ടാ എവിടെ വേണേലും. എനിക്ക് ബാലൻസിങ് ചെറുപ്പത്തിൽ ഇത്ര വണ്ണമൊന്നുമില്ല, അന്നും കയറിയിട്ടില്ല, ഇപ്പം തീരെ കയറത്തില്ല. ഞാൻ പറയാം ഞാൻ ഇരിക്കുന്ന പക്ഷേ ഇങ്ങോട്ട് കയറിയെന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ എപ്പോഴും പറയാം അമ്മ ഒന്ന് ഇരുന്ന് നോക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു പേടിയാണ്. അതെ, ഇവരുടെയൊക്കെ ഇത്രയും എക്സ്പെൻസീവായ കാറുകളൊക്കെ കാണുമ്പോഴത്തേക്കും ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ല ഇവരോട് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിക്കും. ഞാൻ തന്നെ എനിക്ക് സ്വയം അറിയാം, കാരണം അവരൊക്കെ നിൽക്കുന്ന ഫീൽഡ് അങ്ങനത്തെ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഒരു നല്ല എല്ലാവരും കൂടെ പോകാനൊരു വലിയ കാറ്, എന്നും ജിമ്മിൽ പോകും രണ്ടുപേരും. അപ്പോൾ അതിനൊരു ചെറിയ കാറ്. പിന്നെ പൂർണ്ണിമയ്ക്ക് പ്രാണേ പോയേക്കുള്ളൂ. ഇന്ദ്രൻ പോയിട്ട് വണ്ടി അയക്കാന്ന് പറഞ്ഞാൽ അവിടെ പറ്റത്തില്ല, അവിടെ കല്യാണപ്പെട്ട് ഒരുക്കി വന്ന് നിൽക്കുക. അപ്പോൾ ഈ ഒരു 2-3 കാറ് ഇവർക്ക് എല്ലാവർക്കും ആവശ്യം. സുപ്രിയയും തന്നെത്താൻ ഓടിക്കും, പൂർണ്ണിമയും തന്നെത്താനും ഡ്രൈവ് ചെയ്യും. അപ്പോൾ അതെന്തായാലും ആവശ്യമാണ്. അപ്പോൾ അവർ പോകുന്ന സമയത്ത് ഇവ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിടുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അത് കാരണം അതേപോലെ തന്നെ രാജു ഉടനെ ജിമ്മിൽ പോകണം. പിന്നെ ഇവരെല്ലാവരും കൂടെ പോകുമ്പോൾ ഒരു വലിയ കാർ എടുത്തു. പക്ഷേ രാജു സുഖേട്ടൻ്റെ കൂട്ടാണ്. പണ്ടേ സുഖേട്ടൻ്റെ വണ്ടി ക്രേസാണ്. ഞാനിത് ഈയിടെ ഒരു ഫോട്ടോ എടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുത്തു. സുഖേട്ടനെ ആദ്യം വാങ്ങിച്ച ഒരു കർണാടക രജിസ്ട്രേഷൻ ബെൻസ് ഉണ്ടായിരുന്നു, CAC 707. അത് മദ്രാസിൽ കൊണ്ടുവന്ന് TSA 6565 എന്നാക്കി. അങ്ങനെ അത് അംബാസഡർ. പിന്നെ മാരുതി ഇറങ്ങിയപ്പോൾ 40ാമത്തെ മാരുതിയാണ് ഇന്ത്യയിലെ ഞങ്ങളുടേത്, TMG 5412. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണ്. അതിനു മുമ്പ് ആദ്യം ഒരു അംബാസഡർ. അതിപ്പോൾ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ച് രാജു നടക്കുന്നുള്ളൂ. സത്യം ഈ ഇൻ്റർവ്യൂ കണ്ടിട്ട് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ. KRT 699 എന്നായിരുന്നു അതിൻ്റെ നമ്പർ.